നമസ്കാരം. നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 നമ്പറുകളാണ്. അതിൽ ആദ്യത്തേതായ നമ്പർ 3333 ആണ്. രണ്ടാമത്തേതായ നമ്പർ 6666 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഇഷ്ടദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ 2 ചിത്രം അഥവാ നമ്പർ തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഓം നമഃശിവായ എന്തെങ്കിലും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 3333 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങൾ വളരെയധികം പ്രതീക്ഷ അർപ്പിക്കുന്നതായ ചില കാര്യങ്ങളിലോ അല്ലെങ്കിൽ ആശ്വാസം ലഭിക്കും എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങളിൽ ചില തിരിച്ചടികൾക്ക് അല്ലെങ്കിൽ കാലതാമസത്തിന് സാധ്യത ഒരല്പം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ശ്രമിക്കുകയാണ് എങ്കിൽ അനുകൂലമാകാം. എന്നാൽ ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ തിരികെ നൽകാം എന്ന് വിചാരിച്ചാൽ പോലും അത് നൽകുവാൻ സാധിക്കാത്തതായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. കടവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും അല്പം കൂടി സമയം എടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ അത് അപമാനത്തിന് കാരണമാകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ പുനർചിന്തനം നടത്തുന്നത് ശുഭകരമാകുന്നു. ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ വിജയം കാണും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ ചിലവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ചിലവ് കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും. വരുമാനം അല്പം വർദ്ധിക്കും എങ്കിൽ പോലും ചില മനക്ലേശങ്ങളോ തടസ്സങ്ങളോ ജീവിതത്തിൽ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കുടുംബത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ചില ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ചിന്തിക്കുകയും അത്തരം ചില കാര്യങ്ങളിൽ തിരിച്ചടികൾ നേരിടുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കണം എന്നില്ല. തിരിച്ചടികൾക്കുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. നല്ലത് ആഗ്രഹിച്ച് ചെയ്താലും അത് ദോഷമാവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ അത് ദോഷകരമായ കാര്യങ്ങളായി മാറാം. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ അവർ അത് എടുക്കണം എന്നില്ല. അത് നിങ്ങൾക്ക് വിഷമം നൽകും എങ്കിൽ പോലും ഭാവിയിൽ അവർ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്നു വരാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഭാവിയിലാണ് എങ്കിലും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഇപ്പോൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ 3 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ എടുക്കുവാൻ പാടൂ. അതല്ല എങ്കിൽ ചില തിരിച്ചടികൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. മറ്റുള്ളവരുടെ വാക്ക് മാത്രം വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ അല്പം ചിന്തിച്ചതിന് ശേഷം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ ശ്രദ്ധിക്കേണ്ടതായ സമയം തന്നെയാണ് കടന്ന് വന്നിരിക്കുന്നത്. ഈ സമയം പ്രത്യേകിച്ചും ചില കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ഗുണകരമായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ ബിസിനസ് പരമായി ചില നഷ്ടങ്ങളോ പ്രതീക്ഷിക്കാത്തതായ ചില തിരിച്ചടികളോ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കാര്യ തടസ്സങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. പ്രധാനമായും ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കുകയോ അല്ലെങ്കിൽ ആവശ്യഘട്ടങ്ങളിൽ സഹായം ലഭിക്കാനുള്ള സാധ്യതകളും ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. രണ്ടാമത്തെ നമ്പറായ 6666 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു.
പല കാര്യങ്ങളിലും ആഗ്രഹ സാഫല്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കാര്യ തടസ്സങ്ങളാണ് എങ്കിൽ പോലും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അംഗീകാരങ്ങൾ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് പരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ലാഭം നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതൽ തന്നെയാകുന്നു. വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ഒന്നിലധികം വരുമാന സ്രോതസ്സുകളിൽ നിന്നോ ധനസ്രോതസ്സുകളിൽ നിന്നോ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. നേരായ വഴിയിലൂടെ തന്നെ ധനം സമ്പാദിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലും ദോഷകരമായി ബാധിച്ചു എന്നത് വാസ്തവമാണ്. അത് തുടരുന്നു എന്നത് നിർഭാഗ്യം തന്നെയാണ്. തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അത് തിരിച്ചടികൾക്ക് കാരണമായി തീരും. എന്നാൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ അത്തരം കാര്യങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് കടന്ന് വന്നിരിക്കുന്നത്. സാമ്പത്തിക നേട്ടങ്ങളോ ധനപരമായ നേട്ടങ്ങൾക്കോ ശത്രുദോഷം ബാധിക്കില്ല എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുവാൻ സാധിക്കുകയോ ഈശ്വരാനുഗ്രഹത്താൽ അത്തരം കാര്യങ്ങൾ ഒഴിവായി പോവുകയോ ചെയ്യാം. അഭീഷ്ട നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആരോഗ്യപരമായ ഉയർച്ച, പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ചിന്തിച്ച് ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ബിസിനസ് പരമായ നേട്ടങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ധനം പല വഴികളിലൂടെയും കൈകളിലേക്ക് വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം. കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളും തടസ്സം നിൽക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ, അത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യങ്ങൾ പോലും സംഭവിക്കാം. തടസ്സങ്ങൾ ഒഴിഞ്ഞ് പോകാവുന്നതുമാണ്. ഏത് കാര്യവും ഗുണകരമായി മാറാവുന്നതുമാണ്. പ്രവൃത്തി വിജയങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക. എന്നാൽ പ്രധാനമായും ഓർക്കേണ്ടത്, ചില വ്യക്തികളുടെ തീരുമാനങ്ങളാൽ അബദ്ധങ്ങളിൽ ചാടുവാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.